പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം, തഹിയ്യാത്ത്. ഇപ്പോ അതിൽ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ മറക്കരുത്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ എന്ന് നബി പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ഫിത്നയും ഫസാദും ഉണ്ടാക്കി പുറപ്പെടാൻ പോകുന്ന ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്ന്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് പ്രവാചകൻ സഹാബത്തിനെ പ്രത്യേകം പഠിപ്പിച്ചു. അതാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഖബർ ശിക്ഷ വിശദീകരിച്ചു കഴിഞ്ഞൊരു പരമാർത്ഥമാണ്. എന്തുമാത്രം ഗൗരവമാണ്. ഓരോ നിസ്കാരത്തിലും നമ്മളോട് റസൂൽ എന്ന് പറയാണ്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചോളൂ, ആരും അതിൽ നിന്ന് ഒഴിവല്ല, രക്ഷ ചോദിച്ചോളൂ, റബ്ബിനോട് കാഠിന്യത്തിൽ നിന്നൊന്ന് മോചനം കിട്ടാൻ. ഖബർ ശിക്ഷ അതേപോലെ തന്നെ നരകം താങ്ങാൻ കഴിയാത്തതാണ്, മോചനം ചോദിക്കൂ ഏത് സമയവും എന്ന് പ്രവാചകൻ പറയുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കുണ്ട്. മരണനേരവും ഉണ്ടാകും പരീക്ഷണം. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുവരെ നല്ല പ്രവർത്തനം ചെയ്ത് മരിക്കാൻ നേരത്തെ ഒരാൾക്ക് ഈമാൻ കാര്യങ്ങളിൽ വസ്വാസുണ്ടായാൽ പോയില്ലേ കാര്യം. അതുവരെ എല്ലാ കാര്യങ്ങളും നല്ല നിലയ്ക്ക് ചെയ്ത് മരിക്കാൻ കിടക്കുന്ന നേരത്തെ വല്ല വിശ്വാസമൊക്കെയാണ് പതറിപ്പോയി. പടച്ചോന്റെ ഒരു മഹത്തായ കാവലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മനുഷ്യന്റെയും അന്ത്യം എങ്ങനെയാണോ അത് പടച്ചോനെ അറിയുള്ളൂ. പടച്ചോനെ എനിക്ക് നല്ല അന്ത്യം തരണേന്ന് ഈ ലോകത്ത് നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, പടച്ചോനെ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما فألحقني بالصالحين. പടച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ആരായി പറയുന്നത്? ഏതൊരു പുരുഷന്റെ മനസ്സും പതറിപ്പോകുന്ന മേഖലയിൽ പിടിച്ചു നിന്ന ആ മഹാനായ പ്രവാചകൻ പറയാണ്, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. സ്വഹാബാ കിറാം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. അത് പ്രാർത്ഥിക്കാത്തവരായിട്ട് മുൻഗാമികളിൽ ആരും തന്നെയില്ല. നമ്മൾ അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കുന്നു, മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും റബ്ബേ നിന്നോട് രക്ഷ ചോദിക്കും. ഇനിയും ഒരുപാട് അർത്ഥങ്ങളിലുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അവയുടെയൊക്കെ അർത്ഥം വിശദീകരിക്കാൻ നമ്മുടെ സമയം ഇപ്പോൾ പര്യാപ്തമല്ല. പല നിലക്കും പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി പറഞ്ഞു, ഈ പ്രാർത്ഥന ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. പടച്ചോനെ, എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി വലംതു നഫ്സി, ഞാൻ എന്നോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയി, എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയ വ്യക്തിത്വമാണ്. വലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പൊറുക്കാനുള്ള കഴിവ് നിനക്കല്ലാതെ ഇല്ല റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നിന്റെ പക്കൽ നിന്ന് എനിക്ക് പാപമോചനം തരണം, ഈ അടിമയോട് നീ കരുണ കാണിക്കണം, എന്നോട് മാപ്പ് ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയുമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാം വിട്ടുകഴിഞ്ഞു. ദുനിയാവിലും ആഖിറത്തിലും പടച്ചോനെ നല്ലത് തരണേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണേ. അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ഇതന്നെയാണ് പ്രാർത്ഥിച്ചോളി. ജീവിതത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും നല്ലതായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ സമയത്ത് പ്രാർത്ഥിക്കുക.